പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവേശ്വരനോ സ്തുതിഗീതം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 17 മുതൽ 19 വരെയും 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കേണ്ടത്. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. പരമനവരതൻ ദൈവമഹത്വത്തെ
ധന്യൻ ഔസേപ്പിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായക ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാൻ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹം, ശരണം, രക്ഷ ഇവ ഞങ്ങളിൽ ഫലമണിയുവാൻ നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിയ കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു അനുഗ്രഹിക്കട്ടെ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളെയും രണ്ടിനും അതിന് താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ തന്റെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. മിശിഹായിലെ സ്നേഹ ബഹുമാനപ്പെട്ട ജിൻഡോച്ചൻ, എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള കുട്ടികൾ, പ്രിയമുള്ളവരെ, ഇന്ന് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് ധ്യാനിക്കുന്ന സമയമാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത്, ഈ ലോകത്ത് നമ്മളെപ്പോലെ അപ്പനമ്മയ്ക്ക് ജനിച്ച ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം തൻ്റെ മരണം വരെ വിശ്വസ്തയോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ ഏറ്റെടുത്ത് സമാധാനത്തോടെ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ അർപ്പിച്ചു വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഔസേപ്പിതാവിനെ പോലെ ആകാൻ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഞാൻ ചോദിക്കുകയാണ്. അതിനൊന്നും ആൾക്കാരില്ല. ഔസേപ്പിതാവിനെ പോലെ ഒന്നും ആകാനായിട്ടൊന്നും താല്പര്യമില്ല. കുട്ടി ഇപ്പോൾ MBA പഠിക്കണം, അവൻ തൊട്ട് ഔസേപ്പിതാവ് ആണെന്ന് നോക്കണം. അവനടുത്ത് IELTS പാസ്സായിട്ട് അമേരിക്കയിലേക്ക് അയക്കണം, എന്നിട്ട് നല്ലൊരു ജോലി കിട്ടണം. ചില്ലറ ജോലി കൊണ്ടൊന്നും നമ്മൾ നിലയ്ക്ക് നിൽക്കാൻ പോകണില്ല. ഒരു 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആയാൽ ഇതൊക്കെ നമുക്ക് തരക്കടില്ലാണ്ട് മുന്നോട്ട് പോവാം. ഔസേപ്പിതാവിൻ്റെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. പാവ ഔസേപ്പിതാവ്. ഒരാള് ഔസേപ്പിതാവിൻ്റെ കപ്പേളയിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇടവലിരിക്കുമ്പോൾ അയാൾ വന്ന് ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. അയാളുടെ ജോലി എന്താണെന്നറിയാം? അയാൾക്ക് ജോലിയല്ല, അയാൾക്ക് കച്ചവടമാണ്. എന്തുകൊണ്ടാണ് കച്ചവടം എന്നറിയാം? ഈ ഫർണിച്ചറിൻ്റെ കച്ചവടമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഔസേപ്പിതാവായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഫർണിച്ചർ, കോടിക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ കടയുള്ള അന്തോണിയേട്ടൻ, ഈ ഇടവേലെ അന്തോണിമാർ ക്ഷമിക്കുക, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കച്ചവടം നടത്തണ, ഫർണിച്ചർ നടത്തണ ഈശോ പരിയാരത്ത് കുറേ ഫർണിച്ചറുകാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഈ അന്തോണിയേട്ടൻ ഔസേപ്പിതാവിനോട് ചോദിക്കണം, ഔസേപ്പിതാവേ എൻ്റെ കച്ചവടം നന്നാക്കി തരണേ, കച്ചവടം. ഔസേപ്പിതാവ് പറഞ്ഞു, നീ എന്താ എന്നോട് ചോദിക്കണത്? എനിക്കാകെ ഒരു കസേര, ഒരു മേശ, ഒരു സ്റ്റൂള് ഉണ്ടാക്കിയിട്ട് ചെറിയ ഒരു ആശാരിപ്പണി നടത്തി ജീവിച്ചിരുന്ന ഞാനാ. നിന്റെ പോലത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഔസേപ്പിതാവ് തൊഴിലാളികളെ മധ്യസ്ഥൻ, ഫർണിച്ചർ, മരപ്പണിക്കാരൻ. ഞാനും മരത്തുമ്മലാണ് ഈ പണിയൊക്കെ ചെയ്യണേ. നിങ്ങളൊരു വിരോധാഭാസം ആലോചിച്ച് നോക്കിയും.
വലിയ മരപ്പണി ബിസിനസ് കൊണ്ട് നടക്കുന്ന ആള് ഈ ചെറിയ ഒരു ആശാരിയോട് ചോദിക്കുകയാണ് കച്ചവടം നന്നാക്കി തരണേന്ന്. അയാൾക്ക് എന്നിട്ട് ചെയ്തു കൊടുക്കണ്ടേന്ന്. സത്യമായിട്ട് പറയുമ്പോഴവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്നറിയാം? എൻ്റെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളൊന്നും വർദ്ധിപ്പിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല. എന്തേ കുഴപ്പമില്ല. എൻ്റെ വലിയ വീടൊന്ന് പണിത് കിട്ടണം, മോളെ കെട്ടിച്ചയക്കുമ്പോൾ ആവശ്യത്തിനുള്ള സ്വർണ്ണം ഉണ്ടാവണം, നല്ല മരുമോനും നല്ലൊരു ജോലി കിട്ടണം. ഔസപിതാവിൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലൊന്ന് വെച്ച് നോക്കിയാൽ എങ്ങനെയുണ്ട്? എന്നിട്ട് ഔസപിതാവേ എന്ന് വിളിക്കുക. ഔസപിതാവ് നീ എന്നെ പോലെ അവിടെ വേണ്ട, ആ പണിക്കൊന്നും എന്നെ കിട്ടില്ല. പിന്നെ ഞാൻ വെറുതെ ചോദിക്കുക, ഈ പരിയാരത്തുള്ള ഏത് മാതാപിതാക്കളാണ് നിങ്ങളുടെ പെൺകുട്ടികളെ ആശാരിപ്പണി ചെയ്യണ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു കൈ പൊന്തിച്ചേൻ? ധാരാളം കൈ പൊന്തിക്കാന്ന് പറയില്ല, ആരും കാണില്ലല്ലോ. പൊന്തിച്ചോന്ന് ആരറിയണം? ഔസപിതാവിന്റെ ജീവിതത്തിൽ അത്യാഗ്രഹമില്ലടോ. ഔസപിതാവിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഏൽപ്പിച്ചൊരു ജോലി, അത് ഈ മരണശേഷം ദൈവസന്നിധിയിലെത്തി. ഇവിടെ ഇരിക്കുന്ന ഈ പതിയാറിടവിലെ എല്ലാ അപ്പന്മാരോട് പറയണം, ഒരു വലിയൊരു ഭാരമുള്ള ഒരു പാറകല്ല് നിങ്ങളുടെ പുറത്ത് വെച്ച പോലെ അല്ലേ ആലോചിച്ച് നോക്കി. വന്നു വീണു. കല്യാണത്തിൽ നിന്ന് എന്തായിരുന്നു എൻ്റെ അമ്മോ? കല്യാണം കഴിഞ്ഞോടുകൂടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, നിങ്ങൾ ചിലവർക്ക് ചിന്തിക്കാനുണ്ടാവും. ഔസപിതാവ് എന്തുകൊണ്ട് പണിയെടുത്തു എന്നാ പറഞ്ഞേ? എനിക്ക് 4 എണ്ണ, ആകെ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഈ 4 എണ്ണത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ 10 പ്രാവശ്യം വിശുദ്ധനാവേണ്ട ആളായി. ശരിയാ, പതിയാരത്തുള്ള അപ്പന്മാരൊക്കെ ഒരു 10-15 പ്രാവശ്യം വിശുദ്ധരാവേണ്ട ആൾക്കാരായിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, കുട്ടികളൊക്കെ ഇരിക്കണ്ടല്ലോ അല്ലേ, കേൾക്കണ്ടല്ലോ അല്ലേ. ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ആ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ വന്നിരുന്ന വർത്താനം പറയാണ്. അപ്പോൾ പിള്ളേർ പുറത്ത് കളിക്കുകയാണ്. കളിയുടെ ഇടയിൽ കൂടെ ഒരുത്തൽ അടുക്കളയെ കൂടെ ഒരു വരവ് വന്നു. ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക്. അപ്പോൾ അവിടെ കാപ്പി എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ പോക്കാണ് ആകത്തെ കൂടെ. പോണ വഴിക്ക് സ്റ്റൂളുമ്പോൾ ഒരു തട്ട് കാപ്പി ഗ്ലാസ് താഴെ വീണു. അപ്പോൾ അപ്പനൊരു വിളി. ചെക്കനാ വഴി കൂടെ പോയി. ഈ പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് പുട്ട് തെറിക്കണ പോലെ ആളൗട്ടായി. ഞാനിങ്ങനെ ആകെ സ്റ്റക്ക്. ഇതെന്തപ്പത്? അപ്പോൾ ആൾ പറഞ്ഞു, അച്ഛോ സോറി കേട്ടോ, കുഴപ്പമില്ല. ദേവരിൽ വേറൊരാൾ ഈ വഴി കൂടെ അങ്ങോട്ട് മുമ്പുറത്തുനിന്ന് അടുക്കള കൂടെ വരണം. അവനും വന്നിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടൊരു പോക്ക പോയി. അപ്പോൾ ഈ അപ്പനാകെ വിഷമമായിട്ട്, അച്ഛോ വിഷമമൊന്നും കരുതരുത്, പിള്ളേരല്ലേ. ഞാൻ പറഞ്ഞോടോ മനുഷ്യ, എനിക്ക് എന്തുട്ട് വിഷമം. ആകെ ഒരു 10-25 മിനിറ്റ് തൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് പോകുമ്പോൾ ഇത് കണ്ട എനിക്ക് എന്ത് വിഷമം. 24 മണിക്കൂർ ഈ പിള്ളേരുടെ കൂടെ കഴിയുന്ന തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണെന്നറിയോ? തനിക്ക് സ്വർഗം ഉറപ്പാടൂ. കാരണം 10-25 മിനിറ്റ് ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു മനസ്സിലായി. താൻ ഈ കുട്ടികളുടെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ കഴിയുമ്പോഴേ ധൈര്യമായിട്ടിരുന്നോ. മരിച്ച സ്വർഗത്തിലെത്തുമ്പോൾ വിസ പോലും ചോദിക്കില്ല, എമിഗ്രേഷൻ ഉണ്ടാവില്ല. അങ്ങോട്ട് പോയണ്ട് ഇതോട്ട് നോക്കിക്കണേ, 4 പിള്ളേരുടെ കൂടെ ജീവിച്ചല്ലേ. പ്രിയമുള്ള അപ്പന്മാരെ, നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള സ്നേഹമോ ആശ്വാസമോ ഒന്നും കിട്ടില്ലൊന്നും അധികം ഉണ്ടാവില്ല. ഔസപിതാവിനും അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ഔസപിതാവ് കഠിനാധ്വാനിയായിട്ട് ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതാണ് അതിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവണോട് കൂടെ അമ്മമാർക്ക് പിന്നെ കുട്ടികളുടെ കാര്യത്തിലാവും ശ്രദ്ധ. നിങ്ങൾ ഔട്ടാവും, എല്ലാവരുടെ കാര്യമല്ലേ. ഇനി കുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇനി കുട്ടികളുടെ പ്രസവം നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചുക്കുമിരിക്കണ ചൂലാപ്പ് ഇരിക്കണം ഒരു സ്ഥലത്ത്. പ്രായമായി വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. മക്കൾക്കൊക്കെ അമ്മമാരോട് ചെറിയൊരു ചായവ് ഉണ്ടാവും. ചായവ് കെട്ടിച്ചു വിട്ടാലും അമ്മേ. പക്ഷെ അപ്പന്മാരോട് അധികം ചായവുള്ള കുട്ടികൾ എന്താ ചെയ്യാടോ? ഇതിനൊക്കെ ഫലം ഉണ്ടെന്നാണ് ഔസപിതാവ് നമ്മളോട് പറഞ്ഞു തരണം. ഇവിടെ എന്നെ കേൾക്കണ അപ്പന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും നിങ്ങളുടെ ഭാര്യേനെ അറിയിക്കാണ്ട്, നിങ്ങളുടെ മക്കളെ അറിയിക്കാണ്ട് കൊണ്ട് നടക്കണതിൽ വലിയ അർത്ഥമില്ല. അത് അവളൊന്നും അറിയണ്ട, പിള്ളേരോടൊക്കെ കിടപ്പുത്തോട്ട് നന്നാവും.
നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ഭാര്യ അറിയണം. എവിടെ നിന്ന് കടം വാങ്ങിച്ചു അറിയണ്ടേ? നിങ്ങളുടെ മക്കൾ അറിയണം. അപ്പൻ പൊരി വെയിലത്ത് പണിയെടുത്തിട്ട് ഗൾഫിലൊക്കെ പണിയെടുത്തിട്ട് അവസാനം വരുമ്പോ മക്കൾക്ക് മൊബൈലുണ്ടാ, വിസ കൊടുന്നുണ്ടാ. ഈ മനുഷ്യൻ അവിടുന്ന് വന്നിറങ്ങുമ്പോൾ ആ മനുഷ്യൻ അവിടെ എങ്ങനെ കഴിയണമെന്ന് വല്ല ആലോചിക്കണ്ട. മാസം മാസം തമാശയായിട്ട് കേൾക്കാറില്ലേ? ഹലോ, ആരാണ്? നിന്റെ ഭർത്താവാണ്. ആ, എന്തേ? ഞാന് ഇവിടുന്ന് അങ്ങോട്ട് പോരാ. എന്തിനാ ഇങ്ങോട്ട് പോരണേ? അല്ല, ഇവിടുത്തെ കമ്പനി നിർത്തി, എനിക്ക് ജോലി പോയി. അത് ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണം. അവിടെ എവിടെയെങ്കിലും അന്വേഷിച്ച് ജോലി ഉണ്ടാക്കാൻ നോക്ക്. എന്ത് ഇവിടെ വന്ന മനുഷ്യൻ ചെയ്തോട്? ഇവിടെ അടക്കണ്ടേ? ഗ്യാസിന്റെ പൈസ കൊടുത്തിട്ടില്ല, കുട്ടിയുടെ ഫീസ് കൊടുത്തിട്ടില്ല, വീടിന്റെ വാടക കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അവിടെ വന്നാ മതി. ഇങ്ങനെയുണ്ട് അവിടെ എന്താ മതി? ഭാര്യയ്ക്കിപ്പോ നിങ്ങളിപ്പോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയല്ലായിരുന്നു. കാശി കിട്ടണട്ടാ, പിള്ളേരെ പഠിപ്പിക്കണോ? വേണം. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുത്ത് ഒരു പരുവാണ്. എല്ലാ അപ്പന്മാരുടെ കാര്യമില്ല ഞാൻ പറയണത്. അതുകൊണ്ട് ഈ ഔസപിതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസം അമ്മമാരോടും മക്കളോടും ഇത്തിരി കരുണ, ഇത്തിരി സ്നേഹം, ബഹുമാനം ഒക്കെ കാണിക്കണത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാവും. ആ മനുഷ്യൻ ആരോടും പറയില്ല, അതാ അങ്ങോരുടെ തെറ്റാണ്. ഇത് കേൾക്കുമ്പോഴേ അന്തോണിയേട്ട വർഗീസേട്ടൊന്ന് മനസ്സിലാക്കിക്കോ. തൻ്റെ കാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞിരിക്കണം. തൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞിരിക്കണം, വേദനകളും വയർപ്പുകളും ഒക്കെ പറയണം. അതിലുള്ള കുടുംബം അതൊന്നും പറയാണ്ട് എൻ്റെ ഉള്ളിലിരുന്നോട്ടെ, എൻ്റെ ഉള്ളിലിരുന്നിട്ട് പിന്നെ അവസാനം ഹാർട്ട് അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് വേറെ അസുഖം ഒക്കെ തുറന്ന് പറയണം. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തുറന്ന് പറയണം. അതാണ് ഈ ഔസപിതാവിൻ്റെ തിരുനാൾ ദിവസം എനിക്ക് ആദ്യം അപ്പന്മാരോട് പറയാനുള്ളത്. നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കാനുള്ളതാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും. അവരോട് നിങ്ങൾ പങ്കുവെക്കാതെ ഇന്ന് കാണണില്ലേ ഓരോരുത്തർ കാശുണ്ടാക്കി അവസാനം പോയി ചത്തു. എന്താ കാര്യം? മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ. ഇന്നിപ്പത് എന്നെ ചേച്ചി ഇസ്രായേൽ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എവിടെ പ്രസംഗം പറയുന്നുണ്ടെങ്കിലും പറഞ്ഞു അച്ഛാന്ന് പറഞ്ഞു. മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എന്തുകൊണ്ട് ചെയ്തു എന്നാ പറയണേ? അപ്പനെല്ലാം ഉണ്ടാക്കി. ചില പറമ്പിലൊക്കെ അപ്പം മരിച്ചു പോയിട്ട് അമ്മമാര് നടക്കണതാണ്. അല്ലെങ്കിൽ അമ്മമാരാണ് അധികം ചെയ്യുക. കശുരണ്ടി പറക്കി, മാങ്ങാണ്ടി പറക്കി, പട്ട പറക്കി എടുത്തു വെക്കുക. എന്തിനാ? മോളെ വൻതിരപ്പള്ളിന്ന് വരുമ്പോ ഇത് വിറ്റിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ. പാവം തള്ള എന്തെന്നാ പറയാ. അതിനവിടെ ഇഷ്ടപ്രകാരം പണമുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ ക്യാൻസർ ആയിട്ട് കിടക്കേണ്ട രമണി, ആ രമണിക്ക് കൊടുക്കില്ല. എൻ്റെ മോൾക്ക് കൊടുത്ത് എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ആവശ്യത്തിലേറെ പണം നിങ്ങൾ കൊടുത്താൽ ഉറപ്പ്, ഉപ്പിട്ട് വറ്റിച്ചിട്ടല്ല, കൊടപ്പിളിട്ട് വറ്റിച്ചിട്ട് ഞാൻ പറയണം, നിങ്ങളെ മക്കൾ വെറുക്കും. ആവശ്യത്തിലേറെ സൗകര്യം, സുഖവും പണവും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവര് നിങ്ങളെയല്ല സ്നേഹിക്കുക, ആ പണത്തെയും സൗകര്യത്തെയും സ്നേഹിക്കും. അതെങ്ങാനും വല്ലതും കുറഞ്ഞാൽ ഈ തന്ത എന്തുട്ട് ചെയ്തു എന്നാ പറയണേ കേട്ടാ. ഈ ചങ്കിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ല പൂക്കുറ്റി പോലെ വേദന വരും. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിക്കുക, അല്ലാണ്ട് കാശുണ്ടാക്കി കൊടുത്ത്. ആ പാവം അമ്മ എന്താ പറഞ്ഞറിയോ? അച്ചോ, സ്നേഹം കിട്ടുന്നത് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. സ്നേഹം കിട്ടുന്നേ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടും. സ്നേഹം കൊടുത്താലാണ് സ്നേഹം കിട്ടുക, അല്ലാണ്ട് പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ല. മാതാപിതാക്കളെ, പണം കൊണ്ട് സ്നേഹം വാങ്ങിക്കാനേ പറ്റില്ല. പത്രങ്ങളൊക്കെ വായിക്കണില്ലേ നിങ്ങൾ? വലിയ കോടീശ്വരന്മാരുടെയൊക്കെ അവസാനങ്ങൾ കേൾക്കണില്ലേ? അതുകൊണ്ട് ഈ പതിയാരത്ത് ഒരു കോടീശ്വരനുണ്ടാകാൻ പാടില്ല, ഒരു കോടീശ്വരനുണ്ടാക്കാൻ പാടില്ല. അവരെക്കാൾ കൂടുതൽ കാശ്, അവരെക്കാൾ സൗകര്യം. മാതാപിതാക്കളെ പെട്ടു പോവിട്ടോ നിങ്ങൾ. നിങ്ങളുടെ മക്കൾ നിങ്ങളെയല്ല സ്നേഹിക്കുക. നിങ്ങൾ തരുന്ന സ്വർണം, നിങ്ങൾ തരുന്ന സമ്പത്ത്, നിങ്ങൾ തരുന്ന സൗന്ദര്യം, അതേ അവർ ഇഷ്ടപ്പെടൂ. നിങ്ങളെ വെറുക്ക അവസാനം. എന്താ കാരണം? നിങ്ങളുടെ ചങ്ക് മനസ്സിലാക്കാനല്ല അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്, അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അപ്പന്മാരോട് പറയാനുള്ളത്, ഈ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേൻ്റെ ഒരു സംതൃപ്തിയിൽ കഴിയുന്ന മാതാപിതാക്കൾ അവസാനം
ആ മക്കൾ നിങ്ങളെ ആ സ്നേഹത്തെ വിലമതിക്കാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന വേദന ഉണ്ടില്ല, വലുതാകും. അതുകൊണ്ട് ആശാരിപ്പണിക്കാരനായ യൗസേപ്പ് പിതാവ് എന്താണ് ജീവിതത്തിൽ കരുതിയത്? ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഇപ്പെഴുന്നേറ്റ് ഈ രാത്രിയിൽ പോകണ്. ആ ദൈവത്തിലുള്ള വിശ്വാസം, മാതാപിതാക്കളെ, അതാണ് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. പണമല്ല, സൗന്ദര്യമല്ല മക്കൾക്കുണ്ടാകേണ്ടത്. സൗന്ദര്യത്തിന് ഒരു വിലയില്ല, പണത്തിനൊരു വിലയില്ല എന്ന് ഈ COVID-19 കാലത്ത് ആൾക്കാർക്ക് മനസ്സിലായി. COVID-19 സഹോദരങ്ങളെ മനസ്സിലാക്കുന്നു. വിശ്വാസമാണ് ഈ ജീവിതം തന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയില്ല യൗസേപ്പ് പിതാവ്. അത് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന അപ്പനാകണം. ദൈവത്തിന്റെ സ്വരം ഇതിൻ്റെ ഉള്ളിലുണ്ട് മാതാപിതാക്കളെ, ചങ്കിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ചാൽ ഇതിൽ നിന്ന് സത്യത്തിന്റെ സ്വരം വരും. ഏതമ്മയാണെങ്കിലും പിന്നെ അവനവൻ്റെ അത്യാഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ അത് വരുമ്പോൾ ഒരിക്കലും ഈ സ്വരം വരില്ല. ദൈവം നമ്മളോട് സംസാരിക്കും. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയും നമ്മളോട്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഇന്ന് അപ്പന്മാരോട് ഒരല്പം ബഹുമാനവും സ്നേഹമൊക്കെ ജീവിതത്തിൽ കാണിക്കണം. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കുറെ കഴിയുമ്പോൾ ആരുടെയും സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനേകം അപ്പന്മാരുണ്ട്. ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, പിന്നെ മരുവൾക്ക് എന്തുട്ടപ്പൻ. ഭാര്യമാരുണ്ടാവുന്ന അപ്പന്മാരെ ആലോചിച്ചോട്ടെ. പോയാലുണ്ടല്ലേ, പോയാലേ നിങ്ങളുടെ അവസ്ഥ വല്ല ആലോചിച്ചല്ലേ? ചൂടുവെള്ളം വെച്ചിട്ടുണ്ടോ കുളിക്കാൻ? മരിച്ചിട്ട് 41-ാം ദിവസം ചൂടുവെള്ളം ആരെൻ്റെ വയ്ക്കാൻ വരണേ? വരുമോ? കറി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകാനായിട്ട്. നിന്റെ ഭാര്യ, ജീവിത പങ്കാളി കടന്നുപോയാൽ അപ്പന്മാരെ ആലോചിച്ചോളൂ, ജീവിതം എന്താകും. അനേകം പേരുടെ ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഉള്ള ജീവിതം നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും കൂടെ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ, ആർത്തിയില്ലാതെ, ആക്രാന്തമില്ലാതെ, അഹങ്കാരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. വേണ്ട, അഹങ്കാരമാണ് അധികം. യൗസേപ്പ് പിതാവിന് അഹങ്കാരം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. എത്ര വിനീതനായി എളിമയോടുകൂടെ ജീവിച്ച ഒരു അപ്പൻ. ഈ തിരുനാൾ ദിവസം അപ്പന്മാരെ ശ്രദ്ധിക്കണം. ഇനി എത്ര കാലുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടാ? വയസ്സ് എത്രയാ? വയസ്സ് 60. ഇനി എത്ര കാലം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടാക്കി വെക്കുക. എവിടേക്കാ പ്രിയമുള്ളവരെ? നമ്മൾ പണിത വീട്ടിൽ എത്ര കാലം നമ്മൾ കഴിയുമെന്ന് നമുക്കറിയോ? അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ദൈവം തന്നു, ദൈവം എടുത്തു. അതാണ് ജോബ്. ആ മനസ്ഥിതിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ദൈവം തന്നു, ദൈവം തന്റെ ജീവിതത്തെ വിളിക്കുന്നു, ജീവിതത്തിലേക്ക് യാത്രയാകും, നിത്യത്തിലേക്ക് യാത്രയാകും. പിന്നെ അപ്പന്മാരോട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ സഹിക്കണ കാരണേ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചിലപ്പോട്ടെ ഒരു സ്വഭാവം ഉണ്ടാവും. കാരണം വെച്ചാൽ ഞാൻ പാലക്കാട് പോയപ്പോൾ, ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഈ അടുത്ത വീട്ടിൽ അപ്പനും മോനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാട്ടാ, ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞാണ്. അപ്പം അച്ഛനൊന്ന് സംസാരിക്കുക. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ട്, മോനുണ്ട്, അപ്പനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടുത്തെ പ്രശ്നം? അച്ഛൻ പറഞ്ഞല്ലോ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ, ചെക്കൻ, അമ്മ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കും. ചെക്കൻ ചോറ് സാമ്പാറിലിങ്ങനെ ഉരുട്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിളിക്കും. അപ്പം പറയും, നീ എന്തുണ്ടാക്കിയത്? ഞാൻ എന്തുണ്ടാക്കിയത്? നീ എന്തുണ്ടാക്കിയത്? അപ്പോൾ ചെക്കൻ ഉരുളോടെ വയ്ക്കും. പിന്നെ ഉരുള പൊന്തിക്കും, നീ എന്തുണ്ടാക്കിയത്? ഞാൻ എന്തുണ്ടാക്കിയത്? അപ്പം അമ്മ പറയും, ഒന്നും ഉണ്ടാണ്ട് കുട്ടി ഭക്ഷണം കഴിക്കട്ടെ. അതെന്താ അവനറിയണം. വീണ്ടും നീ എന്തുണ്ടാക്കിയത്? അതായത് എന്താ പ്രശ്നം? എല്ലാം ഉണ്ടാക്കണതേ. പറമ്പുണ്ട്, നനയ്ക്കാൻ പോലെ, പണിയെടുക്കലൊക്കെ ഇയാളെ ചെയ്ത ചേട്ടാ. ഈ ചെക്ക 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളോ. ഈ കുട്ടിയുടെ മെക്കെട്ട് കയറിയിട്ട് ഏത് നേരം നീ എന്തുണ്ടാക്കിയത്? ചെക്കൻ കാസാരി എടുത്തിട്ട് അടിക്കാനോ നോക്കി. അപ്പം തന്നെ ഉണ്ടാക്കി. ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇവിടെ ഈ അസുഖമുള്ള ചിലപ്പന്മാര് ഉണ്ടിട്ടോ. ഏതസുഖം? ഈ അസുഖം. ഞാൻ രണ്ടുണ്ടാക്കിയത്.
ഇത് കേൾക്കുമ്പോൾ ചില അപ്പന്മാർ അവിടെ ഇരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. ഞാൻ കാണുന്നൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ തന്നെ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് ഉണ്ടാക്കി? പള്ളിയിൽ വിചാരിച്ച വന്നു, വിചാരിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്, വിചാരിച്ചാണ് അതുണ്ടാക്കിയത്, എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു ജോലിയാണെന്ന് മാത്രം തന്നെ കണക്കാക്കാവോ. അല്ലാണ്ട് ഞാനാണ് ഉണ്ടാക്കിയെന്നും കരുതിയിട്ട് ഇപ്പം അമ്മ ചോറും കൂട്ടാനുണ്ടാക്കി, അത് കരുതി ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാനാണ് കൂട്ടാനുണ്ടാക്കിയത് നമ്മൾ ഉണ്ടാണ്ടിരിക്കും. മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഞാനാണ് ഇറച്ചിക്കറി വെച്ചത്, എൻ്റെ സമ്മതിച്ചു. ഇപ്പം ഞാനെന്ത് വേണ്ടേ? മാതാപിതാക്കളെ, ഈ മക്കളോട് ഇത്തിരി സംഭവം നിങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പിള്ളേർ വളർന്ന് വലുതായി വരുമ്പോൾ അത് കണ്ട് പഠിച്ചവർ വരട്ടെ. അപ്പോഴേക്കും പിള്ളേരെ മെക്കെട്ട് കയറിയിട്ട് ഞാനുണ്ട് ഉണ്ടാക്കിയത്. പിന്നെ പിശുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇത് ഉണ്ടാക്കി വെക്കണേ പതിയാരത്തല്ലട്ടാ, എനിക്ക് വെക്കില്ലട്ടാ. അതായത് ഒരു 10 പൈസ ഇതിങ്ങനെ. ചിലവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം? വാതിലടച്ചിട്ട് ഷെൽഫിൽ നിന്ന് നോട്ടെടുത്തിട്ട് എണ്ണയോടെ വയ്ക്കും, പൊതിഞ്ഞോടെ വയ്ക്കും. പിന്നെ എല്ലാ ദിവസവും രാത്രി വന്ന് എന്തുട്ട് സുഖ ജാരി തൃശ്ശൂര്, എൻ്റെ വീടാറ് നാട്ടുകര, അവിടെയുള്ളൊരു ലോനപ്പേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ഭയങ്കര കഴിവ് ആൾക്കിട്ട ഒരു അപ്പനാണ്. അരിയങ്ങാടിയിൽ അങ്ങോട്ട് ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിക്കച്ചവടമാണ്. അരി പലചരക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അവിടെ ഇരുന്നിട്ട് കാലത്ത് അങ്ങടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഷട്ടർ അങ്ങടെ തുറന്നിട്ട് ഇങ്ങനെ മോളിൽ പോണ ഷട്ടറല്ല, പലക മാറ്റിയിട്ട് അവിടെ ഈശോയുടെ ഹൃദയത്തിൻ്റെ രൂപമുണ്ട്. അങ്ങനെയുണ്ട്. അതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അവിടെ തിരികളൊക്കെ കത്തിക്കും, കർട്ടനൊക്കെ മാറ്റി തിരികളൊക്കെ കത്തിച്ച് ഔസപിതാവിൻ്റെ രൂപം തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ലോനപ്പേട്ട പ്രാർത്ഥിക്കും, ഈശോയെ ഔസപിതാവേ കച്ചവടം തുടങ്ങാൻ പോവാണ്, അനുഗ്രഹിക്കണം, എല്ലാ ആൾക്കാരെയും എൻ്റെ കടയിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഔസപിതാവിന് തൊട്ടുമെത്തും, ഈശോയെ തൊട്ടുമെത്തും. എന്നിട്ട് മെഴുതിരി ഊതും. ചന്ദനത്തിരി അടക്കം ഇങ്ങനെ കുത്തിക്കെടുത്തും. അതെന്തിനാ വേസ്റ്റ് ആക്കണേ? നാളെ കത്തിക്കാലോ. ഐഡിയ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലോനപ്പേട്ടൻ, നമ്മൾ പള്ളിയിലൊക്കെ കർട്ടൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഇല്ല. അതുപോലെ ലോനപ്പേട്ടൻ പണ്ടേ ഈ കർട്ടൻ ഇടുന്ന സ്വഭാവം, പുരാതന കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ രൂപക്കൂടിൻ്റെ അവിടെ കർട്ടനുണ്ട്. കർട്ടൻ ഇട്ടിട്ട് അങ്ങോട്ട് മുട്ടിക്കും, കർട്ടൻ ഇട്ട് അടച്ചു. എന്നിട്ട് ലോനപ്പേട്ടൻ ഒരു വർത്താനം പറയും, അതേ ഔസപിതാവേ, ഇനി ഇവിടെ നടക്കണ കാര്യമൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, പിടികിട്ടിയ. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഈ ലോനപ്പേട്ടൻ ഇങ്ങനെ ആൾക്കാർക്ക് കച്ചവടത്തിന് അരി കൊണ്ടുപോകുമ്പോഴില്ല, നോട്ട് ഇങ്ങനെ എടുക്കും. അവിടെ എത്രയാ? 4 ചാക്കരി. ഓക്കെ, കാശ് കൊടുക്കും. അവിടെ എന്താ വേണ്ടേ? അവിടെ പരിപ്പ് ഒരു 3 ചാക്ക്. അവിടെ 3 ചാക്ക് പരിപ്പ് കൊടുക്കുക. അവിടെ എന്താ വേണ്ടേ? ഉപ്പ് അവിടെ. ഇതൊക്കെ ആള് ഓർഡർ ചെയ്യുമ്പോഴുണ്ടല്ല, ഈ കയ്യിൽ നോട്ട് എണ്ണത് തെറ്റാണ്ട് എണ്ണാനുള്ള കഴിവുണ്ട്. ഭയങ്കര കഴിവ് കേട്ടാ. നമുക്കിപ്പോൾ ഒരു നോട്ട് ഒരാൾ വർത്താനം പറഞ്ഞാൽ അയ്യോ നോട്ട് എണ്ണൽ തെറ്റി, ഇയാളുടെ തെറ്റില്ല. ലോനപ്പേട്ടൻ്റെ പ്രത്യേക കഴിവാ. ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് ഇങ്ങനെ, അവിടെ എന്താ വേണ്ടേ? ഓക്കെ. അവിടെ എന്താ വേണ്ടേ? അവിടെ കൊടുക്ക്. ഇത് കെട്ടി വെച്ച ആള്. പ്രിയമുള്ളവരെ, പണം അതിനെ സ്നേഹിച്ചാൽ ഉറപ്പ് യൂദാസിനെ ഓർത്തുള്ളു. മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത്. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിലെ പൗലോസ് യോഹന്നാൻസിലെ പറയുന്ന ഓർത്തോ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നീ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകില്ല. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. പിന്നെ ആരെ സ്നേഹിക്കണം? മനുഷ്യനെ സ്നേഹിക്കണം. വസ്തുക്കളെയല്ല സ്നേഹിക്കേണ്ടത്, നിന്റെ പറമ്പിനെയല്ല സ്നേഹിക്കേണ്ടത്, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിച്ചയിലല്ല സ്നേഹിക്കേണ്ടത്, അമ്മേനെ സ്നേഹിക്കണം. അപ്പന്റെ പേരിലുള്ള ആധാരത്തെ അല്ല സ്നേഹിക്കേണ്ടത്, അപ്പനെ സ്നേഹിക്കണം. ശരിയല്ലോ? എന്താ ചെയ്യ? അടുത്ത കാലത്ത് ഞാൻ നിർത്താം. കുർബാന പറയുന്ന എന്തായാലും നിങ്ങളെ എൻ്റെ പോവില്ല, എന്നാലും ഞാൻ നിർത്തണ്ട, എനിക്ക് പോണ്ടേ. അടുത്ത കാലത്ത് ഒരു അപ്പം മരിച്ചിട്ടേ ചാവടപ്പ് കഴിഞ്ഞിട്ട് ഞാനെല്ലാവരും കൂടി സെമിത്തേരിന്ന് പോരുക.
അപ്പോൾ മരിച്ച ആളുടെ മോൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോരുമ്പോൾ പറയാം, അപ്പനൊക്കെ നേരത്തെ മരിക്കേണ്ട സമയമായിരുന്നു ചോ, ലേറ്റായിരുന്നു. എന്തുകൊണ്ടെന്നാ പറയണേ, വയസ്സ് 89 ഉണ്ടായിരുന്നേ. ഒരു ചെറിയൊരു കമന്റ്, എന്ത് അപ്പനൊക്കെ നേരത്തെ മരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു, ലേറ്റായി. അപ്പന്മാരെ എന്നാലോചിച്ചോട്ടെ, ഇതിലൊന്നും കുറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. അതായത് മക്കളുടെ ഉള്ളിൽ കൊടുക്കേണ്ടത് ഈ ഭൂമി ജീവിതമല്ല മോനെ, സ്വർഗം. നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കണം എന്നുള്ള ബോധ്യം കൊടുത്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ, കുറച്ച് കഴിയുമ്പോൾ ഈ ചെക്കൻ പറഞ്ഞതുപോലെ നിങ്ങൾ മരിച്ചിട്ട് ചവടപ്പ് കഴിഞ്ഞ് വരുമ്പോഴേ ചെക്കനുള്ളിൽ പറയും, മരിച്ച് നന്നായി, മരിച്ച് നന്നായിന്ന്. കണ്ട എന്താ കാരണം എന്നറിയോ? അവനിപ്പോ ഈ അമ്മേനോട് കിടത്തി ചികിത്സിച്ചുള്ള കാശൊക്കെ കളയാന്ന് പറഞ്ഞ് എന്തുകൂടി പറയണത്. അതുകൊണ്ട് അമ്മമാരോട്, അപ്പന്മാരുടെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കൊരു വിഷമാവുന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മമാരുടെ കാര്യം കൂടി പറഞ്ഞിട്ട് വെക്കാം. അമ്മമാരോടും മക്കളെ, നിങ്ങൾ ആദ്യം താമസിച്ച വീടാണ് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രം. ഞാനും താമസിച്ചു അവിടെ 9 മാസം. ചിലർ 9 മാസത്തിന് മുമ്പ് തിക്കും തിരക്കുണ്ടാക്കിയിട്ട് എനിക്ക് പുറത്തു വരണമെന്ന് വന്ന ആൾക്കാരുണ്ട്. അവരവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കട്ടെ. 9 മാസം ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ് പുറത്തു വന്നത്. കുറച്ച് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ തോന്നും, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്മ. എനിക്കൊരു പെണ്ണുണ്ട്, കല്യാണം കഴിച്ചു, അവളുണ്ടല്ലോ തോന്നാം. കുടുംബത്തെക്കുറിച്ച് അച്ഛൻ പറയണേ. കുറച്ച് കഴിയുമ്പോൾ ഈ തൊലിയൊക്കെ ചുക്കിച്ചുള്ളി സുന്ദരിയായിരുന്നു അമ്മ. പതിയാരത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണായിരുന്നു അമ്മ. എല്ലാവരും നോക്കും, സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ. ഇപ്പം അമ്മയുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞുടാ, അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ സൗന്ദര്യം തൊലിയുടെ നിറത്തിലാണെന്നാണ് കരുതണതേ. മാതാപിതാക്കളെ, പ്രായമായ നിന്റെ അമ്മ അമ്മയുടെ കയ്യുമ്മല് കാലുമ്മലൊക്കെ ഇത്തിരി എണ്ണയൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോഴേ അപ്പോഴാണ് അമ്മ മനസ്സിലാക്കുക, എൻ്റെ മോൻ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നെന്ന്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു ശുശ്രൂഷ നടത്തുന്നത് നല്ലതാണ്. ഇപ്പം ഉണ്ടല്ലോ, മക്കളൊക്കെ അടുത്തുണ്ടല്ലോ. ഇപ്പോൾ ശുശ്രൂഷയുടെ പേര് ഇതാണ്, വയറ് കാണിക്കൽ ശുശ്രൂഷ. അങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. വയറ് കാണാൻ ഞാനിത് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ വഴക്ക്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഇവിടെ വഴക്ക്? അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. ഇതെന്നോട് പറയാൻ പറ്റാത്ത കാര്യം ഇവിടെ, അത് അങ്ങനത്തെ കാര്യമാണ്. എങ്ങനത്തെ കാര്യം പറയടോ, എന്താ വഴക്ക്, നമുക്ക് തീർക്കാൻ പറ്റും നോക്കട്ടെ. ഒന്നല്ലച്ചോ, അവർ വയറ് കാണാൻ വന്നിട്ടില്ല. എന്ത് വയറ് കാണാൻ വന്നിട്ടില്ല? വയറ് കാണാൻ പറ്റി? എന്തൊരു പരിപാടി? അങ്ങോട്ട് പരിപാടി അച്ഛനറിയില്ല. ചേട്ടൻ പറയൂ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു. എന്ത് സംഭവം? എൻ്റെ അച്ഛൻ എൻ്റെ മോളുടെ വയറ് കാണാൻ വരണം. ആര്? ഭർത്താവിൻ്റെ വീട്ടുകാര്. എന്തിനത്? അങ്ങനെയുണ്ട്, അവർ വന്നിട്ടില്ല, അതിൻ്റെ വഴക്കവിടെ. ശരി, ഇച്ചിരി കഷ്ടമെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ നിങ്ങൾ വഴക്കുണ്ടാക്കണേൽ ഒരർത്ഥമില്ലട്ടാ. ഈ വയറ് കാണാൻ അവർ വന്നില്ല, അതിനിപ്പോൾ എന്താ? അത് അച്ഛന് മനസ്സിലാവാണ്ട. എടോ, ഞാൻ പരിഹരിച്ചു തരാം. നിങ്ങളുടെ മോളുടെ വയറ് കാണാൻ അവർ വന്നിട്ടില്ല, ഇത്രയല്ലോ അവിടേക്ക് ഞാൻ പരിഹരിക്കാം. നിങ്ങളുടെ മോളുടെ വയറ് കാണാൻ എളുപ്പ വഴി, മൊബൈലൊരു ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുക്കുക. വയറ് കാണട്ടെ. ആര്? ഭർത്താവിൻ്റെ വീട്ടുകാർ. മനസ്സിലായോ? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ, ഇത് ഈ വയറ് കാണലെന്ന് പറയുന്നതിൽ വെറുതെ പേരുള്ളൂ. നിങ്ങളുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് 6-ാം മാസത്തിൽ വന്നാൽ 6 കൂട്ടം, 8-ാം മാസത്തിൽ വന്നാൽ 8 കൂട്ടം പലഹാരം, അയിനാസ്, നേന്ത്രപ്പഴം, ലഡു, ജിലേബി. 4-ാം മാസത്തിൽ വന്നാൽ 4 കൂട്ടം മതി. 7-ാം മാസത്തിൽ വന്നാൽ 7 കൂട്ടം വേണം. ഏത്? അപ്പം എന്തുട്ട് ഓരോ തട്ടിപ്പ് പരിപാടി പറഞ്ഞിട്ട് വയറ് കാണാൻ വരിക. അപ്പം ഈ ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഈ മിനിക്കുട്ടി ഉണ്ടല്ല, നിന്റെ വയറ് കാണാൻ വരണ്ടീ നാളെ. ഈ പെണ്ണ് വയറുമ്പോൾ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വയറ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആൾക്കാർ വന്നിട്ട്, അപ്പോൾ എൻ്റെ വയറ് കാണല്ലേ, നിന്റെ വയറ് തന്നെ പോയി കിടന്നു. ആരും ഇവളുടെ വയറ് നമുക്ക് നോക്കണില്ല. ആ വാഷിംഗ് മെഷീൻ അവിടെ വെച്ചോട്ടാ, ആ ഷെൽഫ് ഇവിടെ ഇടും, അതവിടെ വെച്ചോ. വെറുതൊരു പേര് വയറ് കാണല്ലേ. ഈ സാധനങ്ങൾ ഇങ്ങോട്ട് അടിച്ചു മാറ്റാനുള്ള ഒരു മാർഗമാണ്. ഇത് കേട്ടപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ഞാനെന്ത് ചെയ്യാൻ? പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കളെ, ഈ ലോക ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കേണ്ടത് ഇന്ന്. അതുകൊണ്ട് ഞാൻ എന്തിനാ അമ്മമാരോട് പറയാമെന്നറിയോ? ഇതുപോലത്തെ വയറ് കാണിക്കലല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര വലുതായാലും
ഇടയ്ക്ക് വിളിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോകുക, വാതിലടയ്ക്കുക. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇത് പറയാം, ഡിയ ഇവിടെ വന്ന് എന്താണ് അവിടെ ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ സാരി അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് വയറ് കാണിച്ചു കൊടുക്കുക. ഇതെന്താമ്മ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. കണ്ട, ഇതിൻ്റെ ഉള്ളിലായിരുന്നു നീ 9 മാസം. ഈ വയറ് നോക്കടി, വയറുമൊക്കെ ആ ഇനി പൊക്കോ. ഈ ശുശ്രൂഷ നടത്തുന്നത് നല്ലതാ. പിള്ളേർ വിചാരിക്കുന്നത് ആകാശത്ത് പൊട്ടി വീണു. അല്ല മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും കഥയാണ് അച്ഛൻ ഇത്രയും സമയം പറഞ്ഞത്. മോനെ വിളിക്കുക. അവൻ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുണ്ടായാലും പറയാം, മോനെ ഇങ്ങോട്ട് വാടാ. ഡേവിഡ് സർ വിളിച്ച പറഞ്ഞിട്ട് നിന്റെ വയറ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാതിലടച്ചിട്ട് അമ്മ സാരി ഇങ്ങോട്ട് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കുക. അതുമ്പോൾ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ മാപ്പൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോൾ വയറുമേ. കാരണം അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി വരയൊക്കെ വന്നിട്ടുണ്ടാവും. കാണിച്ചു കൊടുക്കാം, മോനെ ഇതിൻ്റെ ഉള്ളിലായിരുന്നടാ നീ. മാതാപിതാക്കളെ, മക്കള് പഠിപ്പും കഴിവും സൗന്ദര്യമുള്ളവരല്ല നമുക്ക് വേണ്ടത്. ദൈവസ്നേഹവും ഈ ലോകത്തിൽ ജന്മം നൽകിയ മാതാപിതാക്കളും മനുഷ്യകുലത്തെയും വിലമതിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ ജീവിതത്തിൻ്റെ പൊരുളുള്ളിൽ കൊള്ളുന്ന മക്കളെ വളർത്തിയെടുക്കണം. ഔസപിതാവ് ഈ ഭൂമിയിലെ സമാധാനത്തിൻ്റെ മരണം കൈക്കൊണ്ടാണ്. അതുകൊണ്ട് സമാധാനത്തോടുള്ള മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. നിങ്ങളെ അപ്പന്മാർക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഈ ഔസപിതാവിൻ്റെ മധ്യസ്ഥം ആശ്വാസപ്രദമായ ദിനങ്ങൾ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ ഈ ഔസപിതാവിൻ്റെ തിരുനാൾ, തൊഴിലാളി മധ്യസ്ഥനായ ഔസപിതാവിൻ്റെ തിരുനാൾ, നമ്മൾ തൊഴിലിനെ സ്നേഹിക്കാൻ വെറുതെ പറയുന്നതല്ല, പണിയെടുക്കണം. പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കണം, അകം തുടപ്പിക്കണം, കറിക്കരിയിക്കണം, ടോയ്ലറ്റ് മക്കളെ കൊണ്ട് കഴുകിക്കണം, പണിയെടുപ്പിക്കണം. ഞാൻ ചെയ്യണം. അപ്പോഴാണ് വിശുദ്ധ യൗസപിതാവിനെ പോലെ ഞാനും അധ്വാനിക്കുന്നവൻ. നിങ്ങളെന്ന പതിയാരത്തെ എനിക്കറിയാം, എല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാർ, എനിക്ക് കുറേ ആൾക്കാരിവിടെ പരിചയമുണ്ട്, അറിയാം. പക്ഷെ നിങ്ങളുടെ മക്കൾ അടുത്ത തലമുറയും അതുപോലെയാകണം. വിശുദ്ധ യൗസപിതാവ് സമാധാനം തരുന്ന ഒരു വിശുദ്ധനാണ്. നമുക്ക് സമാധാനത്തോടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസപിതാവേ, നിൻ്റെ മാധ്യസ്ഥ ഞങ്ങൾ തേടുകയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും മാത്രമാണ് ഞങ്ങളുടെ സമ്പത്ത്. അത്യാഗ്രഹം കൊണ്ട് നിറഞ്ഞൊരു മനസ്സ്. നീ ഒരു ആശാരിപ്പണിക്കാരനായി ജീവിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് കുറവും ഉണ്ടായില്ല. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ നീ എത്ര എളിമയോട് വിനയത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് സമാധാനപൂർണമായ മരണം കൈവരിച്ച് വിശുദ്ധപിതാവിനെ പോലെ ശാന്തനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ വളർത്തുപിതാവായ ഔസപിതാവേ, ഈ ഇടവകയിലെ സർവ്വജനങ്ങളെയും അനാജാതി മതസ്ഥരെയും ദൈവസ്നേഹം കൊണ്ട് പൊതിയണമേ. ആർത്തിയും അത്യാഗ്രഹങ്ങളും അഹങ്കാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ജന്മം നൽകിയ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ തനി രൂപങ്ങളാണെന്ന് ഞങ്ങളുടെ മക്കൾ തിരിച്ചറിയട്ടെ. മക്കളെ പ്രകോപിപ്പിക്കാതെ, അവരെ ദേഷ്യപ്പെടുത്താതെ, വെറുപ്പിക്കാതെ ജീവിക്കാൻ മാതാപിതാക്കളായ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായി തപസ്സിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിൽ വളരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാറിയ ഔസപിതാവിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ ഔസപിതാവിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശുദ്ധ പുലർത്തുവാനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസപിതാവിന്റെ മധ്യസ്ഥതയാൽ സഭയുടെ ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാതനിൽ എല്ലാവർക്കും
ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് സെഷ്ടാ മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രസ് മെത്രാപ്പോലത്തെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാർ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്തുപിതാവിനെ പോലെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും വിശ്വസ്തയോടുകൂടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ കൃപയുടെ സമുദ്രത്തിൽ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സൂര്യായത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരങ്ങളെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തനായ ഈശോയുടെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടുറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടി കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരാപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു.
പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വത്തേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതൻ അങ്ങയുടെ സദൃശൻ അങ്ങിൽ നിന്നുള്ള പ്രകാശം സത്യയുടെ പ്രതിച്ഛായ ദൈവവചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടെ മർത്യമായ ശരീരത്തോടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന്റെ വിധേയനായി നിത്യരക്ഷയുടെ ഈ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ പരിശുദ്ധ രഹസ്യം തിരുസന്നദ്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ഞങ്ങളാചരിക്കും. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ മറാണ്ടൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മട്രോണി മെത്രാനു വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി, നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇടവക സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ലോകത്തിൽ തന്നെ മരിച്ചുപോയ കോടാനുകോടി മനുഷ്യർ, ഈ കാലഘട്ടത്തിൽ സ്വന്തം അപ്പനെയും അമ്മയെയോ ഭർത്താവിനെയും ഭാര്യയുടെയും മക്കളുടെയും മുഖം പോലും കാണാൻ കഴിയാതെ ഏകനായി ഒറ്റപ്പെട്ട് COVID-19 ബാധിച്ച് മരിച്ചുപോയ അനേക മനുഷ്യർ. നമ്മുടെ മരണത്തെ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. അവരുടെ മരണത്തെ ഓർത്ത് സഹതപിച്ചിട്ട് കാര്യമില്ല. നമ്മളും ഒരു ദിവസം മരിക്കും. സർവബന്ധങ്ങളും ഇവിടെ വസ്ത്രം അഴിച്ചു വെക്കുന്നത് പോലെ അഴിച്ചു വെച്ചിട്ട് ഭർത്താവിനെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഭാര്യ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഭർത്താവിനെ, മാതാപിതാക്കൾ, മക്കളെ വിട്ടിട്ട് പോകേണ്ടി വരും. ഓർക്കണം, നമ്മൾ മരണം നാശമല്ല, സ്വർഗത്തിൻ്റെ വാതിലാണത്. ആ വാതിൽക്കൽ വരുമ്പോൾ കല്യാണ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. ആ കല്യാണ വസ്ത്രം ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ്, ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്, ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയാണ്. അതേ കർത്താവ് ചോദിക്കൂ. നമ്മുടെ പാപത്തിൻ്റെ കണക്ക് ദൈവം ചോദിക്കില്ല. മരണത്തിൻ്റെ സമയത്ത് നീ എത്രമാത്രം എന്നെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ ആരെ സ്നേഹിക്കുന്നതിനേക്കാൾ
ഏത് വസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി എന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഔസപിതാവിന് പറയാൻ കഴിയും, എൻ്റെ പുത്രൻ ഈശോ, മറിയം, ഇതൊക്കെ എനിക്ക് തന്ന ദൈവത്തെ ഞാൻ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിച്ചു. ഇടവകയിലെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഇപ്പോൾ കണ്ണുകളടച്ച് ഈശോയുടെ ബലിപീഠത്തിൽ സമർപ്പിക്കുക. ഈ തിരുനാൾ എന്ന് പറയുന്നത് നല്ല ഇറച്ചി കൂട്ടാനും ഉള്ള സമയമല്ല, നമ്മുടെ ഹൃദയം നിർമ്മലമാക്കാനുള്ള സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട്ടുകാരോടും വഴക്കും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ഈ ബലിയർപ്പണം കായയിൽ അർപ്പിച്ച ബലി പോലെയാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തിൻ്റെയും സ്വത്തിൻ്റെയും ഭൂമിയുടെയും തർക്കങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചാലത്തെ സ്ഥിതി എന്തെന്ന് ആലോചിക്കണം. സ്വന്തം സുഖം, സ്വന്തം സൗകര്യം, വാശി, ഞാൻ തികഞ്ഞവൾ, ഞാനാണ് ഏറ്റവും വലിയവൻ, ഈ അഹങ്കാരങ്ങൾ എല്ലാം കെട്ടുപോകും. ഒരൊട്ട ഊത്തൂതിയ മെഴുതിരി കിടന്ന പോലെ നാം കെട്ടുപോകും. അതിനാൽ ഈ ബലിപീഠത്തിൽ നമ്മളെല്ലാവരെയും സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മലമാക്കി ഈ ബലിപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ ലോകത്ത് ഓരോ ഇടവകയിൽ വന്ന് ഞങ്ങളുടെ പണി കഴിഞ്ഞ് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഈ ലോകത്ത് എല്ലാവരും സ്വന്തമാണ്, ഒരു വ്യക്തിയല്ല, എല്ലാവരും. തമ്പുരാനെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥർ, യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്ന ഭേദമില്ലാതെ സർവ്വ മനുഷ്യരുടെയും പാപം പരിഹാരത്തിനാണ് ക്രിസ്തു മരിച്ചത്. ആ ബലിയാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. എല്ലാവർക്കും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഞങ്ങൾ നീ പഠിപ്പിച്ചതുപോലെ നിർമ്മലം പരിശുദ്ധമായ ബലിപീഠത്തിൽ അഭിഷിക്തനായി ഈശോയുടെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ അങ്ങയുടെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന പ്രിയപുത്രനായ ഈശോ ഈ ലോകത്തിലേക്ക് അയച്ചു വന്ന ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീകന്മാർ, രക്തസാക്ഷി, വന്ദകന്മാർ, വേദപാരംഗത, മെത്രാന്മാർ, പുരോഹിതർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവൻ ജീവദായം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ, മരണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഉത്ഥാനത്തിന്റെ മഹനീയവും ഭയഭക്തി അനകവും പരിശുദ്ധവും ജീവിതാകും ദൈവികമായ രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്ക് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിലവരട്ടെ. നിന്റെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴിയായി കടങ്ങൾക്കെല്ലാം പൊറുതി, പാപങ്ങൾക്കെല്ലാം മോചനം, മരിച്ചുപോയ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിലുള്ള ഉറച്ച വിശ്വാസം, ഈ ലോകത്ത് അങ്ങയെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരോടൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് ബലി കാരണമാകട്ടെ. ആവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനും വിസ്മയാകും രക്ഷാപദ്ധതി ഞങ്ങൾക്ക് നിരന്തരം പ്രകീർത്തിക്കുന്ന വലിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷ പ്രത്യാശയോടെ ഞങ്ങളെ കൃതജ്ഞതകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിപ്പൂ. സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും കാരുണ്യത്തിനൊത്തുവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ
സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴി തെറ്റിപ്പോയി അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാ അമ്മയുടെ കടങ്ങളും പാപങ്ങളും പുറക്കണമേ. അങ്ങയുടെ മകനെയും വിശുദ്ധമായ ബലിപീഠത്തിൽ നിൽക്കുന്ന ശുശ്രൂഷികളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ അങ്ങയുടെ കാരുണ്യം പ്രത്യാശയുടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും നീ സുഗന്ധപൂരിതമാക്കണമേ. മിശിഹായുടെ തിരുക്കള്ളരുടെ സാദൃശ്യസിംഹാസനമായ ഈ ബലിപീഠത്തെ പാപമോചകമായ തിരുശരീര രക്തങ്ങളെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. താവേ കാരുണ്യം പ്രത്യാശക്കാത്ത ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ പരിമളത്താൽ പൂരിതരാക്കണമേ. താവേ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ തീർത്തും അയോഗ്യരാണെങ്കിലും സ്തുത്യർഗം പരിശുദ്ധവും ജീവതായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായേ, തിരുനാമത്തിന്റെ സ്തുതി. നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ഈ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം നാം എല്ലാവരോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പറ്റാതുരങ്ങളെ സമീപിക്കാം. അനുതാപത്തിനുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിനും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും ചെയ്യാം. മനസ്സിൽ
കർത്താവായ ദൈവമേ, കാരുണ്യക്കുറിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തലമുറ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദന നിഷ്കളങ്കരാ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടരൂപികളിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഈ ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും പ്രാബല്യവും സർവ്വാധികാരങ്ങൾ അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയാമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നീതിമാനായ വിശുദ്ധ യോസേപ്പിനെ ഓർമ്മ നമുക്ക് ആചരിക്കാം. നമുക്ക് അനവരതം സ്തുതികീർത്തനങ്ങൾ ആലപിക്കാം. സന്തോഷപൂർവ്വം നമുക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. പൂർവികരായ നമ്മുടെ മാതാപിതാക്കൾ മതപീഡനം നടന്നിരുന്ന കാലത്ത് റോമിലെ ഭൂമിക്കടിയിലെ ശവക്കോട്ടകൾക്കുള്ളിലാണ് കുർബാന ചൊല്ലിയിരുന്നത്. അവരൊരുമിച്ച് കൂടി അപ്പം മുറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭൂതികളിലായിരുന്നു. ഇന്ന് നിങ്ങളുടെ വീടുകളിലാണ് നിങ്ങൾ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ പള്ളിയിൽ അച്ഛന്മാരെ സ്വീകരിക്കുമ്പോൾ അരൂപിയിൽ നിങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ്. ഉള്ളിലുണ്ട് ഈശോ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അരൂപിക്കെടുത്ത കുർബാന സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക. ആമേൻ.
ഞങ്ങളുടെ കർത്താവിന്റെ പുത്രന്റെ വിശ്വസ്തി അങ്ങിൽ നിന്ന് സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോഴേയോ എന്നറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിൽ നിന്ന് വരണമെങ്കിൽ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശകളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തെ ഞങ്ങളെ വളർത്തണമേ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി അവതരിച്ച ദൈവകുമാരൻ്റെ വളർത്തുപിതാവാക്കുവാൻ വിശുദ്ധ യൗസേപ്പിനെ സജ്ജമാക്കി അങ്ങ് ആത്മീയവും ശാരീരിക അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണം. നമുക്കെല്ലാവർക്കും സന്തോഷ പ്രത്യാശയുടെ വിശ്വപിതാവിനെ സ്നേഹവും ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ യോസേപ്പിനെ സ്വർഗീയവരങ്ങളാൽ അലങ്കരിച്ച കർത്താവ് ഞങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിരന്തരം ഞങ്ങളെ പരിപാലിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകാമാതാവിനെയും ദിവ്യശിശുവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർണ്യമായ ക്ലേശങ്ങൾ സഹിക്കി കുടുംബജീവിതക്കാരുടെ മാതൃകയും സഭയുടെ സംരക്ഷണവും ചെയ്ത വിശുദ്ധ യൗസേപ്പിനെ പോലെ കുടുംബങ്ങളുടെ സഭയുടെ അവകാശ സംരക്ഷണത്തിനായി ക്ലേശങ്ങൾ സഹിക്കൽ അനുഗ്രഹം നൽകുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടായ സംശയങ്ങളും ക്ലേശങ്ങളും ദൈവത്തിനവസരം കീഴ്വണങ്ങി ജീവിക്കുവാൻ ദൈവകുമാരൻ്റെ കന്യകാമാതാവിൻ്റെയും പരിചരണമേറ്റ് ഭാഗ്യമരണം പ്രാപിക്കുവാനും അനുഗ്രഹം ലഭിച്ച യൗസേപ്പിനെ പോലെ ജീവിത ക്ലേശങ്ങളെ സമചിത്തതയോടുകൂടെ നേരിടുവാൻ പ്രസാദ അവസ്ഥയിൽ മരിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തെ സൗഭാഗ്യം, പരലോകത്തിൽ ദൈവദർശനം വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ വളർത്തുപിതാവ് യേശുപിതാവിൻ്റെ മാതൃക അനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ ജീവിതക്ലേശങ്ങൾ സന്തോഷം സ്വാഗതം ചെയ്യാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നീതിബോധവും സദാചാര നിഷ്ഠയും ഞങ്ങളെ ഉജ്ജീവിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അങ്ങേ മുഖാമുഖം കണ്ട ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം വഴി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹം നിറഞ്ഞവരെ, എവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ തിരുനാൾ പാട്ടുകുർബാനയ്ക്കും മനോഹരമായിട്ടുള്ള സന്ദേശത്തിനും നമുക്ക് എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ഡേവിസ് ചർമ്മലച്ചനാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരാണ് ഡേവിസ് ചർമ്മലച്ചൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും ലോകശ്രദ്ധയാർജിച്ച ഒരു വ്യക്തിത്വമാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ധാരാളം ബോധവൽക്കരണ പരിപാടികളുടെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ വളരെ തിരക്ക് പിടിച്ച ദിനങ്ങളിലൂടെയാണ് അച്ഛൻ കടന്നു പോകുന്നത്. എങ്കിലും നമ്മളുള്ള സ്നേഹത്താൽ ഇവിടെ കടന്നു വരികയും മനോഹരമായിട്ടുള്ള സന്ദേശവും ഹൃദയപൂർവ്വമായിട്ടുള്ള ബലിയർപ്പണം വഴി നമ്മെ ധന്യരാക്കിയ ഡേവിസ് അച്ഛനെ ഈ ഇടവകയുടെ പേരിലും അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ഈ സമയം അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.